സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ പെരുകുന്നു. കോഴിക്കോട് 4 വയസ്സുകാരി രോഗബാധയെ തുടർന്ന് മരിച്ചു. ആലപ്പുഴയിൽ 123 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2 കുട്ടികൾ ചികിത്സയിലുണ്ട്. രോഗബാധിതർ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് അണ്ടിക്കോട് വള്ളിൽക്കടവിലിന് സമീപം പുത്തലത്ത് ബബീഷിന്റെ മകൾ നിള എന്ന 4 വയസ്സുകാരിയാണ് ആശുപത്രിയിൽ മരിച്ചത്. ജൂൺ 1 വയറിളക്കത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഈ കുട്ടി പ്രവേശിപ്പിക്കുകയും പിന്നീട് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുമായിരുന്നു. ശനിയാഴ്ച രാവിലെ ആ കുട്ടിയുടെ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട 2 കുട്ടികൾ കൂടി ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു എന്ന വിവരമാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. പന്തീരങ്കാവ് സ്വദേശിയായ 2 വയസ്സുകാരനും പുറമേരി സ്വദേശിയായ 10 വയസ്സുകാരനുമാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കടുത്ത വയറിളക്കത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടികൾക്ക് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗബാധയിൽ ആശങ്ക വേണ്ടെന്നും എന്നാൽ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ തന്നെ പല ഭാഗത്തും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്നാണ് ഇന്നത്തെ റിപ്പോർട്ട്. അതുകൊണ്ട് ഈ പതിവായിട്ട് ക്ലോറിനൈസേഷൻ ചെയ്യാൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്വാദും സ്മെല്ലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ഇത് ചെയ്തേ മതിയാവും, ക്ലോറിനൈസ് ചെയ്തേ മതിയാവും. വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സാമ്പിള്, അതുപോലെ തന്നെ അവിടുത്തെ വെള്ളം, ഇതും കൂടെ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ശുചിത്വം ഉറപ്പാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ കുട്ടികളെ ബാധിക്കും. ദഹന വ്യവസ്ഥകളെ കീഴടക്കുന്ന ഒരുതരം ബാക്ടീരിയകളുടെ കൂട്ടമാണ് ഈ ഷിഗല്ല. ഈ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയ്ക്ക് ഷിഗല്ലോസിസ് എന്ന് പറയുകയും ചെയ്തും മലിന ജലത്തിലൂടെയും ഒപ്പം മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഇത് ശരീരത്തിലേക്ക് എത്തുന്നത്. ശരീരത്തിൽ എത്തിയ ശേഷം ബാക്ടീരിയ ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങളെ അതീവ ദോഷകരമായി ബാധിക്കുകയും പിന്നീട് വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തും ഇതേ തുടർന്ന് ശരീരം രോഗാവസ്ഥയിലേക്ക് നീങ്ങും. രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയ ഒരു ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കുകയും ദഹന വ്യവസ്ഥയെ ഒന്നടങ്കം തകരാറിലാക്കുകയും ചെയ്തു. ഈ ദഹന വ്യവസ്ഥ തകരാറിലാവുന്നതോടുകൂടി പിന്നീട് ആരോഗ്യനില വഷളാവുകയും രോഗികൾ മരണത്തിന് കീഴടങ്ങുകയുമാണ് ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ശുദ്ധമായ കുടിവെള്ളവും മലിനമല്ലാത്ത ഭക്ഷണവും ഒക്കെ ഉപയോഗിക്കാൻ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. സനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.